ഉഷ ജോസഫിന്റെ വയറ്റിൽ കത്രിക കുടുങ്ങിയ സംഭവത്തിൽ ഡോക്ടർ ഷാഹിദയെ കുറ്റപ്പെടുത്താതെയുള്ളൊരു അന്വേഷണ റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങളാണ് വരുന്നത്. ഡോക്ടർ ഷാഹിദ നടപടിക്രമങ്ങളെല്ലാം പാലിച്ചു എന്നുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഉപകരണങ്ങൾ എടുത്തോ എന്ന് ഡോക്ടർ ഷാഹിദ നഴ്സിനോട് ചോദിച്ചു. എടുത്തെന്ന് നഴ്സ് മറുപടി നൽകി. ആ മറുപടി കിട്ടിയ ശേഷമാണ് സ്റ്റിച്ചിങ് ചെയ്തതെന്നാണ് പറയുന്നത്. കോവിഡിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിൽ നടന്ന ശസ്ത്രക്രിയയാണ് എന്നുള്ള കാര്യം കൂടിയാണ് റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല, ഈ റിപ്പോർട്ടിൽ പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതും ജീവനക്കാരുടെ കുറവുമൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള റിപ്പോർട്ടാണ്. അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ആരോഗ്യമന്ത്രിക്ക് കൈമാറുമെന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. അക്ഷയ കൃഷ്ണാനന്ദ വിശദാംശങ്ങൾ നൽകും. അക്ഷയ, ഡോക്ടർ ഷാഹിദയ്ക്ക് ഇതിൽ പിഴവ് പറ്റിയിട്ടില്ല, ഉപകരണങ്ങളൊക്കെ എടുത്തോ എന്ന് നഴ്സിനോട് ചോദിക്കുന്നു. അതൊക്കെ ഉണ്ട് എന്ന് നഴ്സ് പറയുന്നു. അതിനനുസരിച്ചാണ് സ്റ്റിച്ച് ഇട്ടത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇനിയിപ്പോൾ ആരിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്? നഴ്സിനാണോ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം? എന്താണ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ അക്ഷയ? എന്തായാലും നിലവിൽ സസ്പെൻഷനുള്ള ഡോക്ടർ ഷാഹിദയ്ക്ക് ഒരു ക്ലീൻ ചിറ്റ് നൽകുന്നതാണ് ഈ റിപ്പോർട്ട്. അതായത് ഡോക്ടർക്ക് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ എന്ന് പറയുന്നത്. അതായത് ഈ ശസ്ത്രക്രിയ സമയത്ത് നമ്മളൊരു സർജൻസ് നോട്ട് ഉണ്ടാക്കും. അതായത് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള ഉപകരണങ്ങളെല്ലാം തന്നെ ബാക്കിയുണ്ടോ എന്ന് നോക്കും. ഇതെല്ലാം എണ്ണി തിട്ടപ്പെടുത്തേണ്ടത് ഒരു നഴ്സിന്റെ കടമയാണ്. അതായത് അത്തരത്തിലുണ്ടായിരുന്ന ആ ഒരു സർജൻസ് നോട്ട് കൃത്യമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ആ ശസ്ത്രക്രിയ സമയത്ത് 2 നഴ്സുമാരുണ്ടാവണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതിൽ സ്ക്രബ് നഴ്സ് മാത്രമേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് പ്രകാരം പറയുന്നത്. നമുക്കറിയാം, ആ സമയം കോവിഡിന്റെ പ്രോട്ടോകോളും കോവിഡ് പ്രശ്നങ്ങളെല്ലാം തന്നെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അതിനാൽ തന്നെ അവിടെ ഒരു നഴ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് സ്ക്രബ് നഴ്സിനോട് ഈ ഡോക്ടർ ചോദിച്ചതാണ് ഉപകരണങ്ങളെല്ലാം ബാക്കിയുണ്ടോ, അതെല്ലാം തന്നെ ആ ഒരു ലിസ്റ്റിലുണ്ടോ എന്നുള്ളത് ചോദിക്കുന്ന സമയത്ത് നഴ്സിന്റെ മറുപടി ഉണ്ട് എന്നുള്ളതായിരുന്നു. ആ മറുപടിക്ക് ശേഷമാണ് തുന്നലിട്ടത് എന്നുള്ളതാണ് ഡോക്ടർ ഷാഹിദ പറയുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഡോക്ടർ ഷാഹിദ പറഞ്ഞത് ഇത് തന്നെയായിരുന്നു. നഴ്സ് പറഞ്ഞു, അതിനുശേഷമാണ് ഞാൻ എന്റെ കാര്യങ്ങൾ ചെയ്തത്. പൂർണ്ണമായും നഴ്സായിട്ടുള്ള ധന്യ പിയസിലേക്ക് വിരൽ ചൂണ്ടുകയാണ്, അല്ലെങ്കിൽ ആ പിഴവ് തന്റേതല്ല, ആ പിഴവ് നഴ്സിന്റെ കൂടിയാണ്, ഹെഡ് നഴ്സിന്റെ കൂടിയാണ്, സബ് നഴ്സിന്റെ കൂടിയാണെന്ന് പറഞ്ഞു വെക്കുകയാണ്. ആ ഒരു ഷാഹിദ പറഞ്ഞിട്ടുള്ള ആ കാര്യം തന്നെ അതിനെ അംഗീകരിക്കുകയാണ്, അതിന് അടിവരയിടുകയാണ് ഇപ്പോൾ വന്നിട്ടുള്ള റിപ്പോർട്ട് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ നഴ്സിന്റെ ഭാഗത്തു നിന്ന് പറയുന്ന ഒരു മറുപടി ആ റിപ്പോർട്ടിലുള്ള കാര്യം ഇങ്ങനെയാണ്: ഉഷയുടെ ശസ്ത്രക്രിയക്കിടെ മറ്റൊരു ശസ്ത്രക്രിയ കൂടി ചെയ്യേണ്ടി വന്നിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പ്രോട്ടോകോൾ പാലിക്കാനാവാത്തതിന്റെ ഒരു പ്രശ്നമാണ്. ഇതിനകത്ത് ജീവനക്കാരുടെ കുറവും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ റിപ്പോർട്ടിനകത്ത്. എന്തായാലും ഇന്ന് തയ്യാറാക്കിയിട്ടുള്ള ഈ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് തന്നെ ആരോഗ്യമന്ത്രിക്ക് കൈമാറുന്നതായിരിക്കും. യെസ് അക്ഷയ്, അതായത് ഇപ്പോൾ ഡോക്ടർക്ക് വീഴ്ചയില്ല, നഴ്സിനോട് കാര്യങ്ങൾ ചോദിച്ചതാണ്, അപ്പോൾ നഴ്സ് എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞ ശേഷമാണ് സ്റ്റിച്ച് ഇട്ടത്. ഇതേ വാദം തന്നെയായിരുന്നു ഡോക്ടറും ആവർത്തിച്ചിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്കെതിരെ പ്രാഥമിക നടപടിയടക്കം എടുത്തിട്ടുണ്ട്. ഈ അന്വേഷണ റിപ്പോർട്ടിന് ശേഷമായിരിക്കും മറ്റു കാര്യങ്ങൾ കൂടി തീരുമാനിക്കുക, അല്ലേ? അതെ, തീർച്ചയായിട്ടും അങ്ങനെയാണ്. അതായത് ഈ കാര്യത്തിൽ KGMOയുടെ ഭാഗത്തുനിന്നും KGMCTയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള ഒരു പ്രതികരണവും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നോക്കിക്കാണുന്ന ഒരു സംഗതി കൂടിയായിരുന്നു. അതായത് ശസ്ത്രക്രിയ പിഴവിൽ കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലില്ലാതെ ഡോക്ടർക്കെതിരെ നടപടി സ്വീകരിക്കരുത്, നഴ്സുമാരുടെ ഭാഗത്തും ഇതിനൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്നുള്ള കാര്യത്തിലായിരുന്നു. എന്തായാലും ഇന്ന് അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ഡോക്ടർ ഷാഹിദയെ ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്കാണ് ആരോഗ്യവകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സസ്പെൻഷൻ നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇനി ഈ റിപ്പോർട്ടിന് ശേഷമായിരിക്കും മറ്റ് ഏത് തരത്തിലുള്ള നടപടികൾ കൈക്കൊള്ളണം എന്നുള്ള കാര്യത്തിലേക്ക് തീരുമാനമുണ്ടാവുക.